ഇത്രയും സന്തോഷത്തോടെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് നടി ആശാ ശരത്. അവരുടെ സന്തുഷ്ട കുടുംബവും അങ്ങനെ തന്നെ. ഭാര്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറകായി കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവും അമ്മയുടെ കൂടെ നിൽക്കാൻ പ്രാപ്തരായ 2 മക്കളും. മൂത്ത മകൾ ഉത്തരയുടെ വിവാഹശേഷം രണ്ടാമത്തെ മകൾ കീർത്തനയുടെ വിവാഹ നിശ്ചയവും നടന്നു. ആട്ടവും പാട്ടും ചേർന്ന മേളതാളത്തോടെയാണ് 2 മക്കളുടെയും വിവാഹത്തിലെ പ്രധാന നിമിഷങ്ങൾ ആശ കൊണ്ടാടിയത്. ആ സന്തോഷങ്ങൾക്ക് പിന്നിൽ ആശ വർഷങ്ങളായി ഒളിപ്പിച്ച വേദനകളുണ്ട്. തൻ്റെ 2 സഹോദരന്മാരുടെയും നഷ്ടമായ ഒരു അനുജത്തിയുടെ വിങ്ങൽ. മൂത്ത സഹോദരൻ വേണുവിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലായിരുന്നു. ആശയുടെ വിവാഹവും അതിനോട് ചേർന്ന് തന്നെയാണ് നടന്നത്. ഐ ആം വിത്ത് ധന്യ വർമ്മ എന്ന പരിപാടിയിൽ ആശ അതേക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. ഞാൻ വിവാഹിതയാകുന്നതിന് മുൻപേ ചേട്ടൻ വിവാഹം ചെയ്യണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. അനിയത്തിക്കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് തിളങ്ങാൻ വിവാഹം കഴിഞ്ഞു പോയാൽ പറ്റില്ലെന്ന ചിന്തയായിരുന്നു അന്ന് എന്ന് ആശ പറയുന്നു. അതിനാൽ ജ്യേഷ്ഠൻ്റെയും അനുജത്തിയുടെയും വിവാഹങ്ങൾ 3 ദിവസത്തെ ഇടവേളയിൽ സംഭവിച്ചു. ജ്യേഷ്ഠൻ്റെ വിവാഹം സെപ്റ്റംബർ 7-നും ആശയുടെ വിവാഹം സെപ്റ്റംബർ 11-നും നടത്തി. അത് കഴിഞ്ഞ് 1 മാസം കൂടിയേ ചേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ. ആ നഷ്ടം ഉൾക്കൊള്ളാൻ അന്നും ഇന്നും പ്രയാസം തന്നെ. അന്ന് അത്രയും കൈകാര്യം ചെയ്യാനുള്ള പക്വത ഇല്ലായിരുന്നു. 2 കല്യാണങ്ങൾ കഴിഞ്ഞ വീട്ടിൽ പന്തൽ പോലും പൂർണ്ണമായും മാറ്റിയിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷക്കാലം ദുബായിൽ പോകാതെ ആശ അച്ഛനമ്മമാരുടെ ഒപ്പം നിന്നു. ഭർത്താവ് ശരത് ആശയെ നിർബന്ധിച്ചതുമില്ല. നൃത്താധ്യാപികയായ അമ്മ ക്ലാസ് എടുക്കുന്നത് പോലും നിർത്തിവെച്ചു. മകൾ ഭർത്താവുമൊത്ത് ദുബായിൽ പോകണമെന്ന് അമ്മ ആശയെ നിർബന്ധിച്ചു. ആശയുടെ ഉപദേശത്തിൽ അമ്മ പതിയെ നൃത്തത്തിലേക്ക് മടങ്ങി. 30 വർഷമായിട്ടും ആശയുടെ മനസ്സിൽ ഇനിയും മങ്ങാതെ കിടക്കുന്ന നോവാണ് ആ ഓർമ്മകൾ. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അതത്ര എളുപ്പമല്ല. ഞാനും ചേട്ടൻ്റെ ഭാര്യയും ഒരേ പ്രായമായിരുന്നു. എന്നാലും ഏട്ടത്തിയമ്മ എന്ന് വിളിക്കണമെന്ന് ചേട്ടൻ നിർബന്ധിച്ചിരുന്നു. വളരെ നല്ല വ്യക്തിയാണവർ. എന്നെ മോളു എന്നാണ് വിളിച്ചിരുന്നത്. അച്ഛൻ്റെ സ്ഥാനമായിരുന്നു. വീട്ടിലെ ഓമനപ്പേര് മോളു എന്ന് കരുതി ഭർത്താവ് ശരത്തും ആശയെ ആ പേര് വിളിക്കാൻ തുടങ്ങി. ജ്യേഷ്ഠൻ വളരെ പോസിറ്റിവിറ്റിയും കരുണയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കേവലം 29 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് കരുതാൻ കഴിയുന്നില്ല. ആ പ്രായത്തിൽ ഇത്രയും പക്വത അദ്ദേഹത്തിന് എവിടെ നിന്ന് വന്നു എന്ന് അമ്മയോട് ആശ ചോദിച്ചിരുന്നു. ഇന്നത്തെ തലമുറയിൽ അതേ പ്രായക്കാർക്ക് ഇത്രയും പക്വത കാണണമെന്നില്ല.